പയ്യെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വേറെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അന്നില്ല, മൊബൈൽ ഫോണൊന്നുമില്ല. ഈ എൻജിൻ ഡ്രൈവറോട് വണ്ടി നിർത്താനോ വിട്ടു പോകാനോ പറയാൻ നിർവാഹമില്ല. ട്രെയിൻ കൊണ്ട് നിർത്തിയപ്പോഴേ ഈ ഗുലാം നേരെ ഈ എൻജിൻ ഡ്രൈവറുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അയാളോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇവിടെ അധികം നേരം വണ്ടി നിർത്തരുത്. കാരണം ആ ട്രെയിൻ അവിടെ അരമണിക്കൂർ സ്റ്റോപ്പുള്ളതാണ്. ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഇയാൾ ഹോണൊക്കെ അടിച്ച് വണ്ടി പയ്യെ അനക്കി തുടങ്ങി. അപ്പോഴത്തേക്ക് ഇറങ്ങിയവരൊക്കെ തിരിച്ചതിൽ ചാടി കയറി. അങ്ങനെ അവിടെ 1-2 മിനിറ്റ് മാത്രം നിർത്തി ആ ആളുകളുമായിട്ട് ആ ട്രെയിൻ ഓടിച്ചു പോയി. അങ്ങനെ ആ ട്രെയിനിലുണ്ടായിരുന്ന നിരവധി നൂറുകണക്കിന് ആളുകളും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഗുലാം ദസ്തഗീർ ആ രാത്രിയുടെ ഒരു ഹീറോയായി മാറി. നൂറുകണക്കിന് ആളുകൾ ജീവൻ രക്ഷിച്ചൊരു ഹീറോ. പക്ഷേ ഇന്ത്യയിലാണല്ലോ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ വിസ്മൃതിയിലായിപ്പോയി. ഈ മനുഷ്യന് ആ ലോക്കലായിട്ടുള്ള ഏതോ ഒരു റോട്ടറി ക്ലബ്ബ് വിളിച്ചൊരു അവാർഡ് കൊടുത്തതല്ലാതെ ഇന്ത്യ ഗവൺമെൻറ്റോ നാടോ ഒന്നും ആദരിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അതായത് 2002 മറ്റാണ് അദ്ദേഹം മരിക്കുന്നത്, ഈ മക്കൾ ഈ രാഷ്ട്രപതി ഭവനിലേക്ക് വരെ കത്തയച്ചു. ഇങ്ങനെ ഒരാളാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ആദരവ് നൽകണം, ഒരു സ്മാരകം പണിയണം. പക്ഷേ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അത് റെയിൽവേയിലേക്ക് അയച്ചു. റെയിൽവേ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഏതായാലും ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ആ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്ന ഇത്തരം ഗുലാം ദസ്തഗിമാർ പലരുമുണ്ട്. പക്ഷേ അവരൊക്കെ അറിയപ്പെടാതെ പോവുകയാണ് ഈ രാജ്യത്ത്. ആ വലിയ ദുരന്തത്തിൻ്റെ കേന്ദ്രമായിരുന്ന യൂണിയൻ കാർബൈഡ് ഫാക്ടറിക്കകത്തൂടെ ആ